എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഫസ്റ്റായിട്ട് ഓൺ സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വരവുകളുണ്ടാവും. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ എല്ലാം സെറ്റാക്കി അഭിനയിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ബാക്കി കാണുന്ന പ്രേക്ഷകരാണല്ലോ എല്ലാം തീരുമാനിക്കേണ്ടതല്ലേ. അതെ 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 ഭാഗ്യം കിട്ടത്തില്ല. ഇപ്പം ഞാനും അതണക്കന്നെ അജ്മലിക്ക, സുഹൈലിക്ക, പിന്നെ അതണക്ക് തന്നെ ബ്രൈറ്റ് മീഡിയ എല്ലാവരും കൂടെ കൊളാബ് ചെയ്ത് ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്, അഭിനയിക്കാൻ പറ്റിയതിൽ വലിയ ഭാഗ്യമാണ്. ഇറക്കി കിട്ടിയെന്ന് വരില്ല. ഇനി ഇതിൻ്റെ കാര്യങ്ങൾ ബാക്കി മുന്നോട്ട് പോയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കണ്ടിട്ട് വേണം ഇനി ബാക്കി നമ്മുടെ കാര്യങ്ങൾ ഇനി എങ്ങനെയാണെന്ന് തീരുമാനിക്കാനായിട്ട്. അഭിനയിക്കണം, അഭിനയം ഇങ്ങനെ തുടർന്ന് ഒരു ഉന്നതിയിലേക്ക് എത്തണം എന്നൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ സന്തോഷമുണ്ട്. പിന്നെ ആദ്യമായിട്ടുള്ളതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ 100 ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നല്ലതായിട്ടുണ്ടായിരുന്നു. നല്ല സന്തോഷം. അജ്മലിക്കയുടെ കൂടെ അതിൻ്റെ നല്ല സന്തോഷം. വളരെ സന്തോഷമുണ്ട്. കാരണം ഇതൊക്കെ വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. കാരണം ശരിക്കും സന്തോഷം, എന്താ പറയണമെന്ന് അറിയില്ല. സന്തോഷം കാരണം നിങ്ങളുടെ ഒപ്പം ഇരുന്ന് കാണാൻ സാധിച്ചു. തിയേറ്ററിൽ മുമ്പ് പല പടങ്ങളിലും ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു ത്രൂ ഔട്ടായിട്ടൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളും കണ്ട് നന്നായി പറയുമ്പോഴത്തേക്കും നല്ല സന്തോഷമുണ്ട്. അതെ അതെ ഇതിലെ ത്രെഡ് എല്ലാവരും അറിയേണ്ട ഒരു ത്രെഡ് തന്നെയാണ്. ഇതിലൊരു ആദ്യം തന്നെ അജ്മലിനോട് പറഞ്ഞപ്പോൾ തന്നെ ഇതാണ് ത്രെഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മുമ്പ് ഇതുപോലെ വേഷം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടി ലെങ്തായിട്ട് ആൾക്കാർ എത്തുന്നൊരു ത്രെഡാണ്. തീർച്ചയായിട്ടും സന്ദേശം ആൾക്കാർ എത്തട്ടെ, ആൾക്കാർ കാണട്ടെ, കേൾക്കട്ടെ, വീടുകളിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. നല്ലൊരു ആൽബമാണ്. അജ്മൽ സ്ക്രിപ്റ്റ് ചെയ്ത് സംവിധാനം ചെയ്ത് പാടി വളരെ ഭാവിയുണ്ട് അജ്മലിന്. തിയേറ്ററിൽ ഒരു ആൽബം ഞാൻ ഇതിൻ്റെ അകത്തൊരു മേക്കപ്പ് ആയിരുന്നു. അപ്പോൾ ആ വർക്ക് കാണാൻ കഴിഞ്ഞെന്ന് ഒരു ആൽബം കാണാൻ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ഇന്ന് കലാകാരന്മാർ ഇതിനകത്ത് അവസരങ്ങൾ മുന്നോട്ട് വരും. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു ഞാൻ ചെറിയ ഷോർട്ട് ഫിലിമുകളിലൊക്കെ ഇങ്ങനൊരു ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതല്ലാതെ ഇങ്ങനൊരു എന്താണ് ഒരു ത്രൂ ഔട്ടായിട്ടുള്ളൊരു സാധനം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇത് കണ്ടിറങ്ങിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്ന കാരണം എന്താ പറയേണ്ടതെന്നുള്ളതൊന്നും കിട്ടുന്നില്ല. ഓക്കെ, താങ്ക് യു. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ നല്ല ടെൻഷനുണ്ട്, പേടിയുണ്ട്. പക്ഷേ അത് ക്ലിക്കായി. എന്തായാലും നല്ല ഹാപ്പിയാണ്. സത്യം എന്താ വാക്കുകളില്ല പറയാൻ, അത്രയ്ക്ക് നല്ല സന്തോഷത്തിലാണ്. എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് ചെയ്തു. അടിപൊളിയായിരുന്നു. ഇനി പ്രേക്ഷകർക്ക് ഇനി പറയാനൊന്നും ഇല്ല. ഇനി എന്താണ്, നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതാണ് DOP ചെയ്തിട്ടുള്ളത്. സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ആൽബം ഇങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതൊരു സന്തോഷമായി. കാരണം അജ്മലിൻ്റെ ആദ്യത്തെ വർക്കിൽ ക്യാമറ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷിക്കുന്നു. അവർക്ക് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ യൂട്യൂബിൽ അജ്മൽ ചാലിം ഒഫീഷ്യൽ എന്നുള്ള യൂട്യൂബ് ചാനലിൽ വരുമ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഇതാണ് DA ചെയ്തിട്ടുള്ളത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹസ്ബൻഡിൻ്റെ കൂടെ കുറച്ച് വർക്കുകളായി ഇപ്പോൾ ചെയ്യുന്നത്. പുള്ളി ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ വർക്ക് എന്തായാലും ചെയ്യാൻ പറ്റി. സന്തോഷമുണ്ട്. ഇപ്പം എല്ലാം അടിപൊളിയാട്ടെ. നമ്മുടെ ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്യുന്ന ഒരു സംരംഭമാണ്. അതുപോലെ മുമ്പ് റിലീസ് ചെയ്തിട്ടുള്ള സോങ്സൊക്കെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അജ്മൽ ചാലിയം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സോങ്സും കാര്യങ്ങളൊക്കെ അവൈലബിളാണ്. ഇവർ രണ്ടുപേരും ഇപ്പം സുഹൈലാണെങ്കിലും നമ്മളെ ഒരുപാട് വർക്ക് ഡയറക്ഷൻ ചെയ്ത ആളാണ്.
അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ ആദ്യമായിട്ടൊരു സംഭവം ഡയറക്ഷൻ ചെയ്യുമ്പോൾ നല്ലൊരു ക്യാമറമാൻ, നല്ലൊരു ഡിഒപിസ്റ്റ് ഉണ്ടെങ്കിലേ വർക്ക് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ക്രൂവൻ്റാണ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളുകളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ജിതിൻ ബ്രോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരുപാട് വർക്ക് DI ചെയ്തിട്ടുള്ള ആളാണ്, അദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മുടെ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, ഷിബു സുകുമാർ എന്ന് പറയും, നമ്മളുടെ ആത്മസുഹൃത്താണ്. അദ്ദേഹമാണ് ഇതിൻ്റെ സ്കോറിങ്, ഒറിജിനൽ സ്കോറൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു സിനിമ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ എക്സ്പെൻസ് ചെയ്തിട്ട് സാധാരണ ഒരു ടിപ്പിക്കൽ സോങ് നമ്മൾ കാണുന്നതിനേക്കാളും ക്വാളിറ്റി മാക്സിമം കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യൂട്യൂബിൽ എല്ലാ പ്രേക്ഷകരും പാട്ടുകൾ കാണാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം നമ്മളെ കമൻസ് വഴി അറിയിക്കാം. നമ്മൾ പൊതുവേ ആൽബം എന്ന് പറയുമ്പം ഒന്ന് പണ്ട് 2000 ആ സമയത്തൊക്കെ ആയിരുന്നു ഷാഫിക്ക, ആ സമയത്തൊക്കെ ആയിരുന്നു പാട്ടുകൾ. പിന്നെ ഒരുപാട് മലബാർ മഞ്ചത്തി പാട്ടോട് കൂടെ ഈ ഫീൽഡ് തന്നെ ഔട്ടായിപ്പോയി. അപ്പോൾ നമ്മൾ മാക്സിമം നല്ല സോങ്സ് ഒരു എല്ലാ പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന ഒരു കൊമേഴ്ഷ്യൽ റിലീജിയൻ ബേസ് പിടിക്കാതെ. പിന്നെ ആൽബം എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രണയമാണല്ലോ, അപ്പോൾ നമ്മളൊന്ന് മാറ്റി പിടിച്ചതാണ് നല്ലൊരു. അതാകുമ്പോൾ ഒരു തീമും കൂടെ ആകുമ്പോൾ സമൂഹത്തിനൊരു മെസ്സേജാണല്ലോ. ഒരു സിംഗർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ സൊസൈറ്റിയിൽ നിന്ന് ഒരു മെസ്സേജ് ചെയ്യാമെന്നാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ജനപ്രിയ നായകൻ ദിലീപ് എന്ന് പറയുന്നത് ജനപ്രിയ ഗായകൻ ജനപ്രിയ ഗായകൻ എന്നുള്ളൊരു പേര് അത് നമ്മൾ ഇവിടെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ സോങ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റീച്ചിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രൊഡക്ഷൻ ടീമാണ് ആദ്യമായിട്ട് അത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാ സോങ്സിലും അവരത് ചെയ്യുന്നതാണ്.